അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ലിക്വിഡേഷനെ പറ്റിയിട്ടാണ്. അതിനുള്ള റീസൺസും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് അനൗൺസ്മെൻ്റ് ഉണ്ട്. അതായത് ഓൾ കോയിൻ സീസൺ ഡിലേ ആണ്. ഓൾ കോയിൻ സീസൺ വെച്ച് കഴിഞ്ഞാൽ എല്ലാതും തുടർന്നതെല്ലാം പച്ചയായിരിക്കും, തുടർന്നതെല്ലാം പൊന്നായിരിക്കും എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ക്രിപ്റ്റോ മാർക്കറ്റിൽ എപ്പോഴും നടക്കാറുണ്ട്. വിത്ത് എവറി 4 ഇയേഴ്സ്. ആ ഒരു 4 ഇയേഴ്സിൻ്റെ പരിപാടി ഈ വട്ടം ഡിലേ ആണ്. അതായത് പതുക്കെ നടക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഉപദേശം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലൂ ചിപ്പ് കോയിൻസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഇൻസ്റ്റെഡ് ഓഫ് പുട്ടിങ് യുവർ മണി ഇൻ ഷിറ്റ് കോയിൻസ്. ബ്ലൂ ചിപ്പ് കോയിൻസുകളായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ സോള്, ഇത്തറിയം, സോണിക്, സുയി, ദാറ്റ്സ് മൈ ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ബിറ്റ് കോയിൻ, അവലാഞ്ച്, ചെയിൻ ലിങ്ക്, ഇതൊക്കെയാണ് ഞാനിപ്പോൾ ബ്ലൂ ചിപ്പായിട്ട് കണക്കാക്കുന്നത്. അതിന് പുറമെ എയറോഡ്രോം, പിന്നെ XRP, XLM, ഈ പറഞ്ഞ കോയിൻസൊക്കെയാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇനി മാർക്കറ്റിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡേഷൻസ് നല്ല രീതിയിൽ നടക്കും. അതിന് പല റീസൺസുകളുണ്ട്. പക്ഷേ അതിൽ മെയിൻ റീസണായിട്ട് ഞാൻ കാണുന്നത് ട്രംപിന് റെസിപ്രോക്കൽ ടാരിഫാണ്. അത് നമ്മുടെ നാസ്ഡാക്ക്, അതായത് US സ്റ്റോക്ക് മാർക്കറ്റിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തു. അത് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റിലും എഫക്റ്റ് ചെയ്തു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് US സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോസിറ്റീവ്ലി കൊറക്റ്റ്ലായിട്ട് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റിലും അത് നടക്കുന്നുണ്ട്. അത് ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സിനുള്ളിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ US മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ശരിക്കും വൺ ഓഫ് ദ മെയിൻ റീസണായി കാണുന്നത്. പക്ഷേ അതിന് പുറമെ നമ്മുടെ ബൈബിറ്റിൻ്റെ $1.5 ബില്യൺ ഒരു ഹാക്ക്, അതും നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിനെ. ഈവൻ ദോ അത് മൊത്തം ബൈബാക്ക് ചെയ്തു നമ്മുടെ ബൈബിറ്റ്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ഇപ്പോഴും പ്രിവെയിൽ ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ റീസണായി കാണുന്നത് നമ്മുടെ സോളിൻ്റെ സെൽ ഓഫ് ആണ്. അതായത് ആഫ്റ്റർ നമ്മുടെ ട്രംപും മെലാനിൻ കോയിനും അതുപോലെ തന്നെ അർജന്റീന പ്രസിഡന്റ് ലിബ്ര കോയിനൊക്കെ റിലീസ് ചെയ്തപ്പോൾ വളരെ നഷ്ടമാണ് എല്ലാവർക്കും ഉണ്ടായത്. അപ്പോൾ സോൾ ചെയിനെ എല്ലാവരും ഡിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ കോയിൻ വേണ്ട എന്നൊരു വലിയൊരു സെൽ പ്രഷർ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ബൈനാൻസും ബൈബിറ്റും കോയിൻ ബേസും ക്രാക്കനും എല്ലാവരും അവരുടെയിലുള്ള റിസർവിലുള്ള സോളുകൾ അവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അത് കാരണത്താൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ സോളിന് വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് സോളാനയ്ക്കാണ്. പക്ഷേ ഞാൻ സോളാന DCA ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. കാരണം സോളാനയ്ക്കും എച്ച് ബാറിനും ലൈറ്റ് കോയിനും XRPക്കും ഡോഗി കോയിനൊക്കെ പറയുന്നുണ്ട് ETF വരുന്ന സാധ്യതയുണ്ട്. അതിനൊക്കെ ഒരു ആപ്ലിക്കേഷൻ US സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്രൂവലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് സൈൻ. സോ ഞാനത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിറ്റ് ബൈ ബിറ്റ്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പൊസിഷൻ. ആസ് എ ഇൻവെസ്റ്റർ ഇപ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇഫ് യു ആർ ട്രേഡർ, നിങ്ങളുടെ ലെവറേജ് കുറച്ചിട്ട് ഒരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആഫ്റ്റർ സീയിങ് എ കൺസോൾട്ടേഷൻ, ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായതിനു ശേഷം, അതായത് ഇത്രയും താഴ്ന്നത് ഇതിനൊരു വൈബ് ആകുമ്പോൾ മാത്രം ലോങ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ ഞാനിപ്പോൾ ഓൾറെഡി ലോങ് പൊസിഷനിൽ പോയിട്ടുണ്ട് വിത്ത് ലൈക്ക് 3x ലെവറേജ്. സ്മോൾ ലെവറേജ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ദയവ് ചെയ്ത് ലെവറേജും കാര്യങ്ങളിലും അല്ലെങ്കിൽ ട്രേഡിങ്ങിലോട്ട് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇറ്റ്സ് എ വോളറ്റൈൽ മാർക്കറ്റ്. വോളറ്റൈൽ മാർക്കറ്റിൽ നന്നായിട്ട് നഷ്ടം ഉണ്ടാകാനും നന്നായിട്ട് ലാഭം ഉണ്ടാകാനും ഉണ്ട് ചാൻസസ്. പക്ഷേ കൺസർവേറ്റീവ് ആയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. അത് DCA ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ദിസ് ഇസ് ദ ഗൈസ്. അപ്പോൾ ഇതാണ്